പല ടൈപ്പ് യാത്രകളും പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇത്രയും ത്രില്ലടിപ്പിച്ചൊരു യാത്ര, അത് നമ്മളെ പൊറ്റമ്മൽ ഗാങ്ങിൻ്റെ കൂടെയുള്ള ഈ ഒരു യാത്ര, അത് ഒരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ അടിമാലി ടൗൺ എത്തുന്നതിൻ്റെ ഒരു 5 കിലോമീറ്റർ മുമ്പ് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും, വളരാ വെള്ളച്ചാട്ടം. അതിൻ്റെ ഓപ്പോസിറ്റിൽ പറുദീസ എന്ന് പറയുന്ന ഒരു അടിപൊളി ഫോറസ്റ്റ് ക്യാമ്പിംഗ് അക്കോമഡേഷൻ ഉണ്ട്. അവിടെ പോയി താമസിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ജീപ്പിൽ ഒരു ഫോറസ്റ്റ് സഫാരി, അതായത് ഒരു ട്രക്കിംഗ് ആണ്, ഓഫ് റോഡ്. അതിൽ പോയി ഒരു ഉഗ്രൻ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ആർത്തുല്ലസിച്ച് പിന്നെ തിരിച്ച് മൂന്നാറിലേക്ക് പോയിട്ട് അടിപൊളിയായിട്ട് കറങ്ങി വരുന്ന ഒരു ഉഗ്രൻ യാത്രാവിശേഷമാണ്. കൃത്യം 4 മണിക്ക് എല്ലാവരും കൂടെ 15 പേര്, ഡ്രൈവർ അടക്കം 16 പേര്, വളരെ വിജയകരമായിട്ടുള്ളൊരു തുടക്കമാണ്. പുത്തനത്താണി എത്തി. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂസക്കായിൻ്റെ തട്ടുകടയിൽ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കാലടി തന്നെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെച്ചതാണ് പൊറോട്ട, 9 പീസിൻ്റെ കുറുമ. ഈ ഗാങ്ങിൻ്റെ കൂടെയുള്ള ഓരോ യാത്രയും പൊളിയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡും പിന്നെ ഗ്യാസ്, സ്റ്റവ്, പാത്രങ്ങൾ അടക്കം വണ്ടിയിൽ എടുത്തിട്ടിട്ടാണ് പോകുന്നത്. അവളുടെ അങ്ങനെ പാട്ടും കഥകളും ബഹളങ്ങളൊക്കെ കൂടെ ആയിട്ട് ഉച്ചയ്ക്ക് ഒരു 12:30 മണിയോട് കൂടിയിട്ട് നമ്മുടെ അക്കോമഡേഷനിൽ എത്തിയിരിക്കുകയാണ്. അവർ നല്ലൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു നമുക്കായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഫോറസ്റ്റ് വൈബാണ്. ഈ ഫോറസ്റ്റിനകത്തേക്ക് ടെൻറ്റ്, അതായത് കുട്ടി വീടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ടെൻറ്റുകൾ. അപ്പോൾ നമ്മളെ ചങ്സുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമുകളിലേക്ക്. നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപത്തിലുള്ള ഏകദേശം 12ഓളം കോട്ടേജുകൾ 5 ഏക്കർ ഭൂമിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു കോട്ടേജിനകത്ത് 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. കറണ്ട് സൗകര്യം, വെള്ള സൗകര്യം, നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമുണ്ട്. മേലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാം. പിന്നെ ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഏരിയകളുണ്ട്, ഊഞ്ഞാലകളുണ്ട്, അടിപൊളി ഭംഗിയായിട്ടുള്ള. പിന്നെ കിച്ചൺ സെറ്റപ്പ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓപ്പൺ കിച്ചണാണ്. പിന്നെ ഈ കോട്ടേജുകൾക്ക് എത്രയാണ് വാടക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം 16 പേരാണ് വന്നത്. ഈ 16 പേർക്ക് ഞങ്ങൾക്ക് 10,000 രൂപയാണ് വാടക വരിട്ടത്. പിന്നെ പ്ലസ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ഹോമിലി ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തിടും. അതിന് എക്സ്ട്രാ ബില്ല് പേ ചെയ്യേണ്ടി വരും. ചെറിയ കുട്ടികളുടെ ഊഞ്ഞാലടി കളിക്കാൻ 2 ആൾക്കാർ. ചെറിയ കുട്ടികളൊന്നുമല്ല, ചെറിയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചുപോയി. അതാണ് മുതലായി, പൈസ മുതലായി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പറുദീസ നല്ല റൊമാൻറ്റിക് മൂഡിലേക്ക് വന്നിട്ടോ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കാൻ. അതേസമയം മറുവശത്ത് നമ്മൾ ചിക്കൻ മന്തിയും അൽഫാം ചിക്കനും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചങ്സുകളെല്ലാവരും കൂടെ കൂടിയിട്ട്. പറുദീസയിലെ സായാഹ്ന സംഗീതത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞ് അറിയാതെ താളം ചവിട്ടി പോയിട്ടോ. അങ്ങനെ പറുദീസയിലെ നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ എണീറ്റ് ഒന്ന് അതിലൂടെയൊക്കെ ഒന്ന് നടന്നു, ഒരു കട്ടനൊക്കെ അടിച്ച് അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ആസ്വദിച്ച്. അപ്പുറത്ത് നമ്മളെ ചങ്ങായിമാർ മൻസൂർ, സമീർ രണ്ടാളും കൂടെ പൂരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ സുള്ളാമി ഷിയാബ്, അവനാണ് ഉച്ചക്കത്തെ ചോറിലേക്കുള്ള അരി കൈകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്ത് പച്ചക്കറി കട്ടിങ്ങാണ്, നമ്മുടെ സാമ്പാറിലേക്കുള്ളതാണ്. പിന്നെ ഉണക്കമീൻ്റെ ഫ്രൈ. ഇത്ര സംഭവങ്ങളാണ് ഉച്ചക്കത്ത്. അടുത്ത പരിപാടി ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ്. കാട്ടിനുള്ളിലേക്ക് ഓഫ് റോഡ് വഴി 30 കിലോമീറ്ററോളം ഈ 2 വാഹനങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി കറക്കി
അതിൻ്റെ ലാസ്റ്റ് നല്ല അടിപൊളി തണുത്ത വെള്ളത്തിൽ നമ്മളെ കുളിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏകദേശം ഒരു ജീപ്പിൽ 8 പേർക്ക് പോവാം. അങ്ങനെ 8 16 പേർക്ക് ടോട്ടൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യമാണ്. ഒരു വാഹനത്തിൻ്റെ ചാർജ് 2500 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. അപ്പോൾ 2 വാഹനത്തിനും കൂടെ ഞങ്ങൾക്ക് വന്നത് 5000 രൂപയാണ്. മുമ്പോട്ട് അങ്ങനെ പോകുന്ന വഴിയിൽ പുൽത്തൈലൊക്കെ ഉണ്ടാക്കുന്ന ലെമൺ ഗ്രാസ് കണ്ടപ്പോൾ ഒന്ന് നിർത്തി തന്നാണ് ഇവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഈ ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ സംഭവം പോകാൻ നല്ല ത്രില്ലാണ്, അഡ്വഞ്ചറസ് ആണ്. പക്ഷേ എന്നാലും ചെറിയ ഒരു പേടി ഉള്ളിൽ കൂടെ പോകാതെക്കൂല. കാരണം ഈ പാറപ്പുറത്തുനിന്നൊക്കെ ഒന്ന് താഴത്തേക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പേടി, ഈ ചിരിയും ഒക്കെ കൂടെ കലർന്നിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് എല്ലാവരും മുഖത്തും ഉണ്ടായിരുന്നത്. മൂന്നാറിൽ പോയവരെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓരോ ദിവസവും ചിലപ്പോൾ ക്ലൈമറ്റ് മാറി മാറി വരുന്നൊരു അവസ്ഥയാണ് മൂന്നാറിൻ്റെത്. ഇന്ന് ഞങ്ങൾ ഈ ഒരു പോയ ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭംഗിയുള്ള ഈ ഒരു അസ്തമയ സൂര്യനെ കണ്ടുകൊണ്ട് നല്ലൊരു നീരാട്ട് ആ ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ അടിമാലി പറുദേശയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി പോവാണ്. ഇനി നമ്മൾ സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന മൂന്നാറിൻ്റെ മനോഹാരിതയിലേക്ക് പോവാണ്. ഏകദേശം ഇപ്പോൾ 12 മണി സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചങ്സുകളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുണ്ടള ഡാമിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ക്യാമറ പ്ലാണ് മുതലായത്. കുണ്ടള ഡാമിൽ നിന്ന് ഷോർട്സും ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരെയും വെറുപ്പിച്ച് കൈക്ക് കൊടുത്ത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടോപ്പ് സ്റ്റേഷനിലാണ്. മൂന്നാറിൻ്റെ ഏറ്റവും ടോപ്പ് പീക്ക് ലെവലിലാണ്. ഈ ടോപ്പ് സ്റ്റേഷൻ്റെ ഉയരം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6410 അടിയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഈ ടിക്കറ്റ് കൗണ്ടർ വരെയുള്ള സ്ഥലം കേരളത്തിൻ്റെതും ബാക്കിയുള്ള വ്യൂ പോയിൻറ്റുകളൊക്കെ തമിഴ്നാടിൻ്റെതുമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടാണ് ഇതിൻ്റെ ടിക്കറ്റ് നമുക്ക് തരുന്നത്. 20 രൂപയാണ് പെർ ഹെഡിന്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. മൂന്നാർ വരുന്ന ആരും ഈ ടോപ്പ് സ്റ്റേഷൻ മിസ് ചെയ്യല്ലേ.
போட்டு நான் யாரும் விரும்பல எனக்கு யாரும் பிடிக்கல நான் யாரும் விரும்பல எனக்கு யாரும் பிடிக்கல தம் அடிக்கிற நான் தான் தம் அடிக்கிற ஸ்டைல பார்த்து லட்சுமி திருப்பிச்சா தம் அடிக்கிற ஸ்டைல பார்த்து ராக்கம்மா திருப்பிச்சா கண் அடிக்கிற ஸ்டைல பார்த்து கவிதை உள்ள விரும்புச்சு நான் பேச ஸ்டைல பார்த்து